വീട്ടിൽ വെറുതെ ഇരുന്ന് ഈ പറയുന്ന യൂട്യൂബും ആപ്പും ടി വിയും ഒക്കെ കണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിലാണ് ഇത്തരക്കാർ ഒരു ക്യാമറയും വെച്ച് ഡെയിലി എണീറ്റ് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ പ്രസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. നമുക്ക് സുഖമായിട്ടിരുന്ന് പറയാം, അല്ലെങ്കിൽ കമൻ്റ് ഇടാമോ ഇതൊക്കെ എന്ത് എന്നുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ നോക്കിയേ. ഒരു ക്യാമറ വെച്ച് കുക്ക് ചെയ്യുന്നതും ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോകുന്നതും വ്ളോഗ് ചെയ്യുന്നതും ഇതെല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നമ്മളൊന്നും ചെയ്യുന്നതിനേക്കാൾ ഈ ഒന്നും വെറുതെ എന്നൊക്കെ പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് കേട്ടോ. അങ്ങനെയാണ്. നമുക്ക് റെസ്റ്റ് വേണം, നമുക്ക് സ്ലീപ്പ് വേണം, നമുക്ക് റിലാക്സേഷൻ വേണം, ഇതെല്ലാം വേണം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മാസവരുമാനം ലഭിക്കത്തക്ക അവർ ആ ചാനൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു മിടുക്ക് തന്നെയാണ് എന്നാണ് ഞാൻ പറയുകയുള്ളൂ. എവിടെയൊക്കെയോ ഒരു എന്താ പറയുക, ഫീമെയിൽസ് എന്ത് ചെയ്താലും അതിലൊരു കുറവ് കാണണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇതിലും റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയുണ്ട്. അതല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, എന്തൊക്കെ വീഡിയോസാണ് ഇപ്പോൾ യൂട്യൂബിലുള്ളത് അല്ലേ? ചിലർക്ക് നമുക്ക് തോന്നും ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് ഒരാൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് അടക്കം യൂട്യൂബിൽ ഇട്ടിട്ട് അതിന് മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ട്.